എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതിൽ 3 ചാപ്റ്റർ ജോഗ്രഫി വിഭാഗത്തിലും 1 ചാപ്റ്റർ എക്കണോമിക്സ് വിഭാഗത്തിലുമാണ് ഉൾപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ 5ാമത്തെ ചാപ്റ്റർ നമ്മുടെ എക്കണോമിക്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ ദിവസവും നിങ്ങൾ 1 മണിക്കൂറെങ്കിലും നമ്മുടെ SCRT പാഠഭാഗങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം. കാരണം ഈ വരുന്ന എക്സാമുകൾക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ എന്താണ്, SCRTയുടെ പ്രാധാന്യം വളരെ വിലപ്പെട്ടതാണ്. മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോയിന്റുകളായിട്ട് പഠിക്കുന്നതിനേക്കാളും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കണം. അപ്പോൾ എല്ലാവരും 1 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതുപോലെ തന്നെ ബുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുമ്പോൾ ആ ഒരു പോയിന്റുകൾ നിങ്ങൾ ഒരു നോട്ടിൽ ചെറുതാക്കിയിട്ട് എഴുതി വെക്കാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ, നമ്മുടെ എക്കണോമിക്സ് വിഭാഗത്തിൽ പെടുന്ന ചാപ്റ്ററാണ് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ PSCക്ക് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഫസ്റ്റിലെ നമ്മുടെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് ഒരു പിക്ചറാണ്. അതിൽ വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ ഒരു ചിത്രമാണ്. ഇവിടെ കാർഷിക മേഖലയിൽ ഉൾപ്പെട്ടവരുണ്ട്, ടീച്ചിങ്ങിലുണ്ട്, അതുപോലെ ബാങ്കിങ്ങിലുണ്ട്, പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഡ്രൈവിംഗ്, അങ്ങനെയുള്ള പല മേഖലകളിലും തൊഴിൽ ചെയ്യുന്നവരുടെ ഒരു പിക്ചറാണ് ഫസ്റ്റിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി താഴേക്ക് വരുമ്പോൾ വൈവിധ്യമാർന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലെ തൊഴിലുകളിലൂടെയാണ് അവർ പ്രധാനമായും വരുമാനം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം തൊഴിലുകളെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഭാഗവുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം തൊഴിലുകളെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെ മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെ, അവിടെ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടവയുണ്ട്, ബാങ്ക് അല്ലെങ്കിൽ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടവയുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവയുണ്ട്, ടീച്ചിങ്, ഡ്രൈവിംഗ്, ഇങ്ങനെയുള്ള പല മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളാണ് അവിടെ കാണാൻ നമുക്ക് കഴിയുന്നത്. ഈ 3 മേഖലകളിലുമായി നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സമ്പദ്ഘടനയിലെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3 മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സമ്പദ്ഘടനയിലെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു? കൃഷിയുമായി ബന്ധപ്പെട്ടവ, രണ്ടാമത്തത് വ്യവസായം, നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ടവ, മൂന്നാമത്തെ വരുന്നത് അധ്യാപകർ, അതുപോലെ ബാങ്കിങ്, അങ്ങനെയുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട അതാണ് 3ാമത്തെ മേഖലയിൽ വരുന്നത്. അപ്പൊ ഇതിനെ പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്നിങ്ങനെ മേഖലകളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റിൽ നോക്കാം. പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ. എന്താ പറയുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ PSCക്ക് പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാഥമിക മേഖല പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രാഥമിക മേഖലയുടെ മുഖ്യ സവിശേഷതയാണ്. അപ്പൊ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ എന്താണ്? പ്രകൃതി വിഭവങ്ങളെ തന്നെ നേരിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതാണ് പ്രാഥമിക മേഖല. അപ്പൊ പ്രാഥമിക മേഖലയുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നു. പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ്. എന്തൊക്കെയാണ്? കന്നുകാലി വളർത്തലുണ്ട്, അതുപോലെ പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷി, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ്. കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേരാണ് കാർഷിക മേഖല. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് വെച്ചാൽ കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നതിനാൽ പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. അപ്പൊ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖല. അതിൽ പ്രധാനമായിട്ടും പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങളും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു.
ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. NSOന്റെ ഫുൾ ഫോം എന്താന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് ഒന്ന് ഓർത്തു വെക്കാൻ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് NSOന്റെ ഫുൾ ഫോം. അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സമ്പദ്ഘടനയിലെ ഓരോ മേഖലയിലും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ NSOന്റെ ഒരു ബോക്സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. NSOയെ കുറിച്ച് എന്താന്ന് നോക്കാം. മുമ്പ് നിലനിന്നിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും അതായത് CSOയും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും അതായത് NSSO, CSOയും NSSOയും ചേർന്ന് 2019 രൂപീകൃതമായതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. 2019 അത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2019 അപ്പൊ ഏതൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചുള്ളത്? CSAയും അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും കൂടി സമന്വയിപ്പിച്ചാണ് 2019 NSO രൂപീകൃതമായിട്ടുള്ളത്. ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് NSO. അപ്പൊ NSOന്റെ എന്താണ്? ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് NSO. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് NSO. ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്. സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിനും NSO നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കുന്നു. എന്തൊക്കെയാണ്? സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിനും NSO നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കുന്നു. അത്രയാണ് NSOയെ കുറിച്ചുള്ള വിവരങ്ങൾ. സമ്പദ്ഘടനയിലെ ഓരോ മേഖലയിലും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് NSO സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകളും, ബാങ്കിംഗ്, ഇൻഷുറൻസ്, കൃഷി അനുബന്ധിത പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യവസായം, വിദ്യാഭ്യാസം, കന്നുകാലി വളർത്തൽ, റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം, ജലവിതരണം, വനം. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രകൃതി നേരിട്ട് ഉപയോഗിച്ചുകൊണ്ട്, പ്രകൃതി വിഭവങ്ങളെ നമ്മൾ നേരിട്ട് ഉപയോഗിച്ചു കൊണ്ടിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? പ്രാഥമിക മേഖലയിൽ വരുന്നത്. പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ട ഡയഗ്രാം ഇവിടെ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാഥമിക മേഖലയിൽ മത്സ്യബന്ധനം, പാറ പൊട്ടിക്കൽ, ഖനനം, അങ്ങനെയുള്ള കൃഷി, ഇതൊക്കെ പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. പ്രാഥമിക മേഖലയിൽ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളും മറ്റു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളും ലഭ്യമാകുന്നു. അതായത് പ്രാഥമിക മേഖലയിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതും മറ്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എന്താണ്? ഈ പ്രാഥമിക മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ, വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ദ്വിതീയ മേഖലയിലാണ്. അപ്പോൾ പ്രാഥമിക മേഖലയിൽ നിന്നും കിട്ടിയ വസ്തുക്കൾ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയുടെ ഫലമായിട്ട് ഒരു ഉൽപ്പന്നം കിട്ടുമല്ലോ, ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു വസ്തുക്കൾ നിർമ്മിക്കുന്നതിനെയാണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ദ്വിതീയ മേഖലയിലാണ്. വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ ദ്വിതീയ മേഖലയെ വ്യവസായ മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കുന്നു. നമ്മൾ പ്രാഥമിക മേഖല കാർഷിക മേഖല എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദ്വിതീയ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വ്യവസായ മേഖല. അപ്പൊ വ്യവസായവും നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ഉൾപ്പെടുന്നത്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ദ്വിതീയ മേഖലയിലാണ്. അപ്പൊ നമുക്ക് പാറ പൊട്ടിക്കലൊക്കെ എന്താണ്? ഫസ്റ്റ് അല്ലെ, പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുകയാണ്. പാറ പൊട്ടിക്കലൊക്കെ നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രാഥമിക മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. എന്നാൽ പാറ പൊട്ടിച്ച് കിട്ടുന്ന കല്ലുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വീടുകളൊക്കെ ഉണ്ടാക്കുന്നു അല്ലെ, അത് ഉണ്ടാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? അത് രണ്ടാമത്തെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. അതാണ് ഇതിന്റെ ചുരുക്കം.
അപ്പൊ ഇവിടെയും എന്താണ് അങ്ങനെയുള്ള ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് വൈദ്യുതി, ഗ്യാസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കണ്ടെത്തി ഫില്ല് ചെയ്യാനുള്ളതാണ്. തൃതീയ മേഖലയിൽ പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമാക്കുന്നതിന് ദ്വിതീയ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നത് തൃതീയ മേഖലയിലാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം ഒക്കെ എന്താണ്? തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. അതിനാൽ തൃതീയ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു. അപ്പൊ 3 മേഖലക്കും ഓരോ വേറൊരു പേരും കൂടെ കിട്ടിയില്ലേ? ആദ്യം നമ്മൾ പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നറിയപ്പെടുന്നു, ദ്വിതീയ മേഖലയാണെങ്കിൽ വ്യവസായ മേഖല എന്നറിയപ്പെടുന്നു, തൃതീയ മേഖലയാണെങ്കിൽ സേവന മേഖല എന്നറിയപ്പെടുന്നു. അപ്പൊ സേവന മേഖലയിൽ ഉൾപ്പെടുന്നതാണ് പ്രധാനമായിട്ടും ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമാക്കുന്നതും തൃതീയ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പൊ അതിൽ വരുന്നത് എന്താണ്? വ്യാപാരം, വാണിജ്യം, പിന്നെ വാർത്താവിനിമയം, ഗതാഗതം ഒക്കെ എന്താണ്? നമ്മുടെ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിന് പ്രാഥമികവും, ദ്വിതീയവും, തൃതീയവുമായ മേഖലകളുടെ സഹകരണത്തോടെ മാത്രമേ ഒരു ഉൽപ്പന്നം ആയി മാറുന്നുള്ളൂ. അല്ലാതെ ഒരു മേഖലകൾ മാത്രം അവിടെ എന്താണ് തൊഴിലെടുക്കുകയാണെങ്കിൽ അത് ഉൽപ്പന്നമാവാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ എത്തിക്കാനും മറ്റൊക്കെ നമുക്ക് എല്ലാവരുടെയും സഹകരണം വേണം. ലൈവിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കാനും അങ്ങനെയൊക്കെ കഴിയുള്ളൂ. അപ്പോൾ പ്രാഥമിക മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലേ ദ്വിതീയ മേഖലയിൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയെല്ലാം എന്താണ്? ഒരു പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് ഈ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് ഈ മേഖലകൾ, അതായത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. ഒരു ഉദാഹരണം നോക്കാം. കാർഷിക മേഖലയിലെ കരിമ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ മറ്റു 2 മേഖലകളും എങ്ങനെയെല്ലാം സഹായകമാകും നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു കാർഷിക മേഖലയിൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കണം അല്ലെ. അപ്പൊ ദ്വിതീയ മേഖലയിലും എന്തൊക്കെയാണ്? യന്ത്ര സാമഗ്രികൾ ഉപയോഗിക്കാം, വളങ്ങള്, ഇതൊക്കെ ദ്വിതീയ മേഖലയിൽ നിന്നും ഉപയോഗിക്കേണ്ടതാണ്. തൃതീയ മേഖലയാണെങ്കിൽ ഗതാഗത സൗകര്യം, സാമ്പത്തിക സഹായം, ഇതൊക്കെ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. 3 മേഖലയിലൂടെയും പരസ്പര ആശ്രയത്താലാണ് ഒരു ഉൽപാദന പ്രക്രിയ പൂർത്തിയാകുന്നത്. ഉൽപാദന പ്രക്രിയ പൂർത്തിയാകാൻ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ സഹകരണം ആവശ്യമാണ്. അപ്പൊ അതിന് ആ ഒരു പരസ്പര ആശ്രയത്വം കാണിക്കുന്ന ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല അല്ലെ. 3ഉം എന്താണ്? പരസ്പരം ആശ്രയിച്ചു കിടക്കുന്നു. അതാണ് ഈ ഒരു ഡയഗ്രത്തിലൂടെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു മേഖലയും മറ്റൊരു മേഖല മാത്രം എന്താണ് ഒരു ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഒരു മേഖലക്ക് മാത്രം. 3 മേഖലകളും പരസ്പരം ആശ്രയിച്ചു കൊണ്ട് തന്നെ ഒരു ഉൽപാദന പ്രക്രിയ പൂർണ്ണമാവുകയുള്ളൂ. വിവിധ മേഖലകളുടെ പരസ്പരാശ്രയത്വം സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമാണ്. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലായി നടക്കുന്ന ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ വിവിധ മേഖലകളുടെ പരസ്പരാശ്രയത്വം സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമാണ്. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലായി നടക്കുന്ന ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് അറിയപ്പെടുന്നു. ഉൽപാദന ഘടകങ്ങളെ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം അഥവാ പ്രൊഡക്ഷൻ. ഉൽപാദക ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വിതരണം. അപ്പൊ എന്താണ് ഉൽപാദനം, എന്താണ് വിതരണം എന്നൊക്കെയാണ് പറയുന്നത്. ഉൽപാദക ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം.
ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വിതരണം അഥവാ ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി വിനിയോഗിക്കുകയും മിച്ചം വരുന്നത് കരുതൽ ധനമായി അഥവാ സമ്പാദ്യമായി മാറ്റിവെക്കുകയും ചെയ്യുന്നു. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനം ഉപഭോഗം എന്നറിയപ്പെടുന്നു. എന്താണ് ഉപഭോഗം? ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനമാണ് ഉപഭോഗം. ഒന്നുകൂടി പറയാം, ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനമാണ് ഉപഭോഗം അഥവാ കൺസപ്ഷൻ എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ത്വരിതപ്പെടുത്തുമ്പോഴാണ് സമ്പദ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത്. ഇത്തരത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ത്വരിതപ്പെടുത്തുമ്പോഴാണ് സമ്പദ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത്. അപ്പൊ എന്താണ് ഉൽപാദനം, എന്താണ് വിതരണം, എന്താണ് ഉപഭോഗം എന്നൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ. ഓക്കെ അല്ലേ? അടുത്തത് പ്രധാനപ്പെട്ട ഏരിയ ആണ് കേട്ടോ. PSC എക്സാമുകളിലൊക്കെ ചോദിക്കുന്നതാണ് ദേശീയ വരുമാനം അല്ലെ. ദേശീയ വരുമാനം കാണുന്നതും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ദേശീയ വരുമാനം, നാഷണൽ ഇൻകം. സാമൂഹിക സാമ്പത്തിക സർവേയുടെ ഭാഗമായി നാം പലപ്പോഴും നമ്മുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാന കണക്കുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കാറുണ്ട്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഒരു വർഷം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ, അതായത് ശമ്പളം, മറ്റു തൊഴിലുകൾ, ആസ്തി, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന മൊത്തം വരുമാനമാണ് ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം. അപ്പോൾ ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് ചോദിച്ചാല് എന്താണ്, ഒരു വർഷം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ, അതായത് ശമ്പളമായിക്കോട്ടെ, മറ്റു തൊഴിലുകളായിക്കോട്ടെ, ആസ്തികൾ ഉണ്ടെങ്കിൽ അതിലൂടെ ആയിക്കോട്ടെ, ബാങ്കിലെ നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അതിലൂടെ ആയിക്കോട്ടെ, ഏതിലൂടെയും ലഭിക്കുന്ന മൊത്തം വരുമാനത്തെയാണ് ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം. അതുപോലെ തന്നെയാണ് ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനത്തെ ആ രാജ്യത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നു. എന്താണ് ഒരു രാജ്യത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറഞ്ഞാല്? ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനത്തെ ആ രാജ്യത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നു. അപ്പൊ ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് ഏതൊക്കെ മേഖലകളിൽ നിന്നും സമ്പാദ്യം കിട്ടാനുണ്ടോ അതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് ഒരു വർഷത്തെ കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന മൊത്തത്തിലുള്ള ഒരു വർഷത്തിന്റെ വരുമാനമാണ് ഒരു രാജ്യത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം. ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ലൈൻ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 ആ ഒരു നമ്മൾ നന്നായി ഓർത്തു വെക്കണം. ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നതൊക്കെ ചോദിക്കും, എന്ന് മുതൽ എന്ന് വരെയാണെന്നൊക്കെ. അപ്പൊ അത് നന്നായിട്ടുള്ളൊരു പോയിന്റാണ്. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ അന്തിമ സാധനങ്ങൾ അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് എന്നും, ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ അന്തിമ സാധനങ്ങളെന്നും, അസംസ്കൃത വസ്തുവായി, അതായത് മറ്റൊരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തെ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഇടനില വസ്തുക്കൾ അല്ലെങ്കിൽ ഇടനില സാധനങ്ങൾ എന്നും അറിയപ്പെടുന്നു.
അപ്പോൾ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ അന്തിമ സാധനങ്ങൾ എന്നും അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഇടനില വസ്തുക്കൾ അല്ലെങ്കിൽ ഇടനില സാധനങ്ങൾ എന്നും അറിയപ്പെടുന്നു. അസംസ്കൃത വസ്തു എന്ന് പറഞ്ഞാൽ മറ്റൊരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നം. അപ്പൊ ഇതിനെ എന്താണ് ഇടനില വസ്തുക്കൾ അല്ലെങ്കിൽ ഇടനില സാധനങ്ങൾ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഇടനില വസ്തു, എന്താണ് അന്തിമ സാധനങ്ങൾ എന്നും മനസ്സിലായോ? അന്തിമ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതാണ് അന്തിമ സാധനങ്ങൾ. ഇനി ഇടനില സാധനങ്ങൾ അല്ലെങ്കിൽ ഇടനില വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഇടനില വസ്തു എന്ന് പറയുന്നു. അടുത്ത ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം. ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം നോക്കാം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലൂടെ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആകെ വരുമാനം അഥവാ ദേശീയ വരുമാനം ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശദമാക്കുന്ന പ്രധാന സൂചകമാണ്. എന്താണ്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലൂടെ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആകെ വരുമാനം അഥവാ ദേശീയ വരുമാനം ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശദമാക്കുന്ന പ്രധാന സൂചകമാണ്. അപ്പൊ എന്താണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് നോക്കാം. ഒന്ന്, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന്. അപ്പോൾ ഇതും എന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഒന്ന്, എന്താണ്? രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന് കഴിയും. അതുപോലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന് അതുപോലെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നതിന്. അടുത്ത പോയിന്റാണ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിന്. അടുത്ത പോയിന്റ് രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? ഒന്ന്, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. രണ്ട്, വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന് സഹായിക്കുന്നു. മൂന്ന്, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നു. നാല്, രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിന് സഹായിക്കുന്നു. അഞ്ച്, രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. ആറാമത്തെ പോയിന്റ്, സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നതിനും ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ നമുക്ക് കഴിയുന്നു. ഇനി അടുത്തത് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ്. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ഇതും നല്ല പ്രധാനപ്പെട്ടതാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഉൽപാദനം, വരുമാനം, ചെലവാക്കൽ എന്നിവയെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന രീതിയിൽ അവലംബിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ഉൽപ്പന്ന രീതി, പ്രൊഡക്റ്റ് മെത്തേഡ്. രണ്ട്, വരുമാന രീതി, ഇൻകം മെത്തേഡ്. മൂന്ന്, ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇപ്പൊ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളാണ്. ഒന്ന്, ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി. ആദ്യത്തേത് പ്രൊഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പന്ന രീതി. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളമെന്ന് തിരിച്ചറിയുന്നതിനും അതാത് മേഖലകൾക്ക് അർഹമായ പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനും ഇത് സഹായിക്കുന്നു. ഇതെന്തിനാ സഹായിക്കുന്ന? ഉൽപ്പന്ന രീതി എന്തിനൊക്കെ സഹായിക്കുന്നു? വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്ക് സംഭാവന എത്രത്തോളമാണെന്ന് തിരിച്ചറിയുന്നതിനും അതത് മേഖലകൾക്ക് അർഹമായ പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനും നമ്മുടെ ഈ ഉൽപ്പന്ന രീതി സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ദേശീയ വരുമാനം എന്ന് പറയുന്നത് X1 + X2+, അതായത് മൊത്തത്തിനുള്ളത് കൂട്ടാനുള്ളതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. എന്നത് ഒരു രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ്. അപ്പോൾ മൊത്തത്തിലുള്ള 3 മേഖലകളിലെയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് എന്ത്? ദേശീയ വരുമാനം.
അടുത്തത് വരുമാന രീതി, ഇൻകം മെത്തേഡ്. സാമ്പത്തിക വർഷത്തിൽ ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഭൂമി, തൊഴിൽ അല്ലെങ്കിൽ അധ്വാനം, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായ പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായ പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. അതായത് ദേശീയ വരുമാനം ഈസ് ഈക്വൽ ടു എന്താണ്? R+W+I+P. അതായത് ആർ എന്ന് പറഞ്ഞാല് പാട്ടം, റെന്റ് അല്ലെ, W പറഞ്ഞാല് വേജ്, വേതനം, I പറഞ്ഞാല് ഇൻട്രസ്റ്റ്, പലിശ, P പറഞ്ഞ പ്രോഫിറ്റ്, ലാഭം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപാദക ഘടകങ്ങൾക്കും ലഭിക്കുന്ന വരുമാനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഈ രീതി നമ്മെ സഹായിക്കുന്നു. അപ്പോൾ രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപാദക ഘടകങ്ങൾക്കും ലഭിക്കുന്ന വരുമാനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന രീതിയാണ് വരുമാന രീതി. ഈ വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്തം ദേശീയ വരുമാനമാണ്. വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ വരുമാനമാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഉൽപ്പന്ന രീതി എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളമാണെന്ന് തിരിച്ചറിയുന്നതിനും അതത് മേഖലകൾക്ക് അർഹമായ പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനുമാണ് ഉൽപ്പന്ന രീതി സഹായിക്കുന്നത് അല്ലെ. അങ്ങനെ വരുമ്പോൾ വരുമാന രീതിയിൽ എന്താണ്? രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപാദക ഘടകങ്ങൾക്കും ലഭിക്കുന്ന വരുമാനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഈ രീതി സഹായിക്കുന്നു. വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ വരുമാനമാണ്. ഓക്കെ അല്ലേ? അടുത്തതാണ് ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണിത്. എന്താണ്? ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവിനൊപ്പം നിക്ഷേപവും ചെലവായാണ് പരിഗണിക്കപ്പെടുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവിനൊപ്പം നിക്ഷേപവും എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ചെലവായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാർ ചെലവും അറ്റ കയറ്റുമതി മൂല്യവും കൂടി ചേർന്നതാണ് രാജ്യത്തിന്റെ ആകെ ചെലവ്. അപ്പൊ രാജ്യത്തിന്റെ ആകെ ചെലവിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെ? ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാർ ചെലവും അറ്റ കയറ്റുമതി മൂല്യവും കൂടി ചേർന്നതാണ് രാജ്യത്തിന്റെ ആകെ ചെലവ്. അതായത് ദേശീയ വരുമാനം NI നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു C+I+G+X-M. അപ്പൊ C എന്ന് പറയുമ്പോൾ ഉപഭോഗ ചെലവാണ്, കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ്. I പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ അഥവാ നിക്ഷേപ ചെലവ്. G പറയുമ്പോൾ സർക്കാർ ഗവൺമെന്റിന്റെ ചെലവാണ്. പിന്നെന്താ? X-M രാജ്യത്തിന്റെ കയറ്റുമതി, X ഇറക്കുമതി, M വ്യത്യാസം അഥവാ അറ്റ കയറ്റുമതി, നെറ്റ് എക്സ്പെർട്ട്. അപ്പൊ അതിനൊക്കെ ലെറ്റേഴ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്തരത്തിൽ ചെലവ് രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് രാജ്യത്തിന്റെ മൊത്ത ദേശീയ ചെലവാണ്. അപ്പോൾ ചെലവ് രീതിയിലൂടെ കണക്കാക്കാൻ രാജ്യത്തിന്റെ മൊത്ത ദേശീയ ചെലവാണ് കണക്കാക്കാൻ കഴിയുന്നത്. ചെലവ് രീതിയിലൂടെ രാജ്യത്തിന്റെ മൊത്ത ദേശീയ ചെലവാണ് കണക്കാക്കാൻ കഴിയുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 രീതികൾ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഉൽപ്പന്ന രീതിയിലൂടെ രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യവും, വരുമാന രീതിയിലൂടെ മൊത്ത ദേശീയ വരുമാനവും, ചെലവ് രീതി പ്രകാരം മൊത്ത ദേശീയ ചെലവും ലഭിക്കുന്നു. ഈ 3 രീതികളിലൂടെയും ദേശീയ വരുമാനം കണക്കാക്കിയാൽ ഒരേ ഫലമാണ് ലഭ്യമാവുക. അതായത് ദേശീയ വരുമാനം മൊത്ത ഉൽപ്പന്നത്തിന്റെയും മൊത്ത വരുമാനത്തിന്റെയും മൊത്ത ചെലവിന്റെയും അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ ഫലം ഒന്നു തന്നെയായിരിക്കും. അതായത് ദേശീയ വരുമാനം മൊത്ത ഉൽപ്പന്നത്തിന്റെയും മൊത്ത വരുമാനത്തിന്റെയും മൊത്ത ചെലവിന്റെയും അടിസ്ഥാനത്തിൽ കണക്കാക്കിയാലും എന്താണ്? അതിന്റെ എല്ലാം ഫലം ഒന്നു തന്നെയായിരിക്കും.
ഇവിടെയുള്ള ഒരു ബോക്സിലുള്ളതും കൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോവും. അപ്പോൾ ഒരു ക്ലാസ്സിലും കൂടെ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അടുത്തത് സർക്കാർ ചെലവ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചെലവാണ് സർക്കാർ ചെലവ് അഥവാ പൊതുചെലവ്. ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചെലവാണ് സർക്കാർ ചെലവ് അഥവാ പൊതുചെലവ്. സർക്കാർ ചെലവുകളെ വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ എന്നിങ്ങനെ തരംതിരിക്കാം. വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ എന്നിങ്ങനെ സർക്കാർ ചെലവിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അടുത്തത് ഉപഭോഗ ചെലവ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന മൊത്തം തുകയാണ് ഉപഭോഗ ചെലവ്. അടുത്ത നിക്ഷേപ ചെലവ്, മൂലധന ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്തം ചെലവാണ് നിക്ഷേപ ചെലവ്. ഭൂമിക്ക് വേണ്ടിയുള്ള ചെലവ്, യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് തുടങ്ങിയവയൊക്കെ നിക്ഷേപ ചെലവിന് ചില ഉദാഹരണങ്ങളാണ്. ഭൂമിക്ക് വേണ്ടിയുള്ള ചെലവ്, യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവൊക്കെ എന്താണ്? നിക്ഷേപ ചെലവിൽ ഉൾപ്പെടുന്നതാണ്. അറ്റ കയറ്റുമതികൾ, രാജ്യത്തിന്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അറ്റ കയറ്റുമതി എന്നറിയപ്പെടുന്നത്. രാജ്യത്തിന്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അറ്റ കയറ്റുമതി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗങ്ങൾ നോക്കാം. എല്ലാവരും ഇന്നത്തെ ക്ലാസ് നന്നായി കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് ഒന്നുകൂടി മികച്ചതാക്കാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, താങ്ക്